ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് കറന്റ് ലാഭിക്കാനുള്ള ടിപ്പുകളാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഫാന് ഒരുപാട് നേരം കറങ്ങും അല്ലേ? ഇങ്ങനെ 4 മണിക്കൂറിലും കൂടുതൽ ഫാന് കറങ്ങുകയാണെങ്കിൽ മോട്ടോർ നന്നായി ചൂടാകും. അതുകൊണ്ട് തന്നെ കറന്റ് നല്ലോണം വലിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ 4 മണിക്കൂർ കഴിഞ്ഞാൽ ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്യുക. ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ റെസ്റ്റ് കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് വീണ്ടും ഇടാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കറന്റ് നമുക്ക് ലാഭിക്കാം. അടുത്ത ടിപ്പ് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഈ ചാർജർ പെട്ടെന്ന് ഊരി മാറ്റി നമ്മൾ കോളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഫോൺ എടുക്കുകയാണ് ചെയ്യുക. എന്നാൽ ഇതുപോലെ സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാൻ പലരും മറക്കും. ഇതും കറന്റ് വേസ്റ്റ് ആവുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ അയൺ ബോക്സ് ആണ്. അയൺ ബോക്സ് നന്നായി ഒരിക്കലും ചൂടാവാൻ വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. നിങ്ങൾ ഏകദേശം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം ഏകദേശം 1-2 മാത്രം തന്നെ ചൂട് ധാരാളമാണ്. നിങ്ങൾക്ക് ഷർട്ട് അയൺ ചെയ്യാൻ, അതുപോലെ ബ്ലൗസ്, ഇതൊക്കെ ഈ 2-1 തന്നെ ധാരാളമാണ്. ഒരിക്കലും പെട്ടെന്ന് തന്നെ ഇതുപോലെ 6 ഇടേണ്ട ആവശ്യമില്ല. 2-3 ഇട്ട് യൂസ് ചെയ്യും. അത് തന്നെ നന്നായി ചൂടായതിനു ശേഷം നിങ്ങൾക്ക് പ്ലഗ് പ്രത്യേകിച്ച് സ്വിച്ച് ഒന്ന് ഓഫ് ആക്കുന്നത് നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 6 മണിക്ക് ശേഷം ഒരിക്കലും അയൺ ചെയ്യാതിരിക്കുക. 6 മണിക്ക് ശേഷം അയൺ ചെയ്യുന്നത് കൂടുതൽ കറന്റ് വലിക്കാൻ സാധ്യതയുണ്ട്. മാത്രവുമല്ല, അയൺ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡ്രസ്സും നിങ്ങൾക്ക് ആവശ്യമുള്ള ഡ്രസ്സ് ഒരുമിച്ച് അയൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങളെ കറന്റ് ലാഭിക്കും. ഇടയ്ക്കിടയ്ക്ക് അയൺ ചെയ്യുന്നത് നന്നായി കറന്റ് വലിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അത് ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് പറയുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ഉപയോഗിക്കുന്ന കാര്യമാണ്. ഫ്രിഡ്ജ് ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഇതുപോലെ പ്ലാസ്റ്റിക് കവറുകളിലോ അതുപോലെ തന്നെ പാക്ക് ചെയ്തൊക്കെ വെക്കുന്നത് നല്ലതാണ്. എങ്കിൽ ഇതുപോലെ കുറച്ച് വിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഓരോ പാത്രവും അതിൻ്റെ അടുത്തടുത്തായി കുറച്ച് വിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. അടുത്ത ടിപ്പ് പറയുന്നത് ഇതുപോലെ കറികളൊക്കെ നമ്മൾ സാധാരണ ഫ്രീസ് ചെയ്യാൻ അതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെക്കുമ്പോൾ ചൂടോടെ എടുത്ത് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ചൂടോടെ എടുത്ത് വെക്കുമ്പോൾ ഇത് കംപ്രസർ നന്നായി വർക്ക് ചെയ്യണം. കാരണം അത് പെട്ടെന്ന് തണുപ്പിക്കാൻ. അതുകൊണ്ട് തന്നെ ചൂടാറിയതിനു ശേഷം മാത്രം വെക്കാൻ ശ്രദ്ധിക്കുക. ചൂടായും പാടെ തന്നെ നിങ്ങൾ വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഫുഡിന് ദോഷം വരാത്ത വിധത്തിലാണ് നമ്മൾ സാധാരണ ഇങ്ങനെ പെട്ടെന്ന് ഫ്രിഡ്ജിൽ വെക്കുക. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഒന്ന് ചൂടാറിയതിനു ശേഷം മാത്രം വെക്കുക. കംപ്രസർ അമിതമായി വർക്ക് ചെയ്യാണ്ടിരിക്കാനാണ്. അതുപോലെ തന്നെ ഇടയ്ക്കിടെ ഇങ്ങനെ ഡോർ ക്ലോസ് ചെയ്ത് ഡോർ ഇങ്ങനെ ഓൺ ആക്കുമ്പോഴൊക്കെ കറണ്ട് ഒരുപാട് നമുക്ക് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. പിന്നെ കഴിയുന്നത് ഇതുപോലെയുള്ള ബൾബ്, പ്രത്യേകിച്ച് CFL LED പോലത്തെ ബൾബുകൾ വാങ്ങാൻ ശ്രദ്ധിക്കുക. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ കിട്ടുന്ന പ്രത്യേകിച്ച് കത്തിക്കുന്ന അഥവാ വളരെ വില കുറഞ്ഞ 10 മുതൽ 15 രൂപ വരെ ഉണ്ടാകുന്ന ബൾബുകളൊന്നും വാങ്ങരുത്. അത് വളരെ വിലക്കുറവിൽ കിട്ടുമെങ്കിലും നല്ല കറണ്ടാണ് അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബൾബുകളൊക്കെ വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ട്യൂബ് വാങ്ങുമ്പോൾ ഇതുപോലെയുള്ള LED ട്യൂബുകളൊക്കെ വാങ്ങാൻ ശ്രദ്ധിക്കുക. മറ്റുള്ള ട്യൂബുകളൊക്കെ നിങ്ങൾക്ക് നല്ല കറണ്ട് കൂട്ടുന്ന കാര്യങ്ങളാണ്. പിന്നെ അടുത്ത കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ മിക്സിയൊക്കെ ഉപയോഗിക്കുമ്പോൾ കഴിയുന്നതും 6 മണിൻ്റെ മുന്നേ അഥവാ വൈകുന്നേരം 6 മണിൻ്റെ മുന്നേ തന്നെ തേങ്ങ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടിച്ചു വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം അതുപോലെ നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകം ഈ ഭാഗം മാത്രമായിരിക്കും നിങ്ങൾ ക്ലോസ് ചെയ്യുക. പക്ഷെ അത് ഈ സ്വിച്ച് നിങ്ങൾ ക്ലോസ് ചെയ്യണം. എങ്കിലേ കറണ്ട് അവിടെ സ്റ്റോപ്പ് ആവുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് ഒരുപാട് ലാഭിക്കാൻ പറ്റും.